പോസ്റ്ററിലൊക്കെ നമ്മൾ കണ്ടായിരുന്നു, ട്രെയിലറിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം പെറ്റ്സിന് ചേട്ടന് ഇഷ്ടമാണ്? എങ്ങനെയാ അതിനെയൊക്കെ ഒരു മാനേജ്? ചേട്ടന് പെറ്റ്സ് ഉണ്ടോ? ഇല്ല, എനിക്ക് പ്രശ്നമില്ല. ഇഷ്ടമാണോ പെറ്റ്സിനെയൊക്കെ? ഇതില് ഡോഗ് ജിമ്മിനെ എങ്ങനെയാ മാനേജ്? ഞാൻ അവൻ വരുമ്പോ ഞാൻ ഓടി ഓടിക്കും. എന്തിനാ വെറുതെ അടുത്ത് വരണം? പേടിയാണ്? പേടിയല്ല, എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ചേട്ടൻ തന്നെ പറഞ്ഞ പെറ്റ്സിന് ഇഷ്ടമാണ്, അത് അടുത്ത് വരുന്ന ഇഷ്ടമല്ല. പെറ്റ്സിനെ ഇഷ്ടമാണ്. കടൽ ഇഷ്ടമാണോ എനിക്ക്? കടല്? കടലയോ? കടല് ഇഷ്ടാ. കടലിനുള്ളിൽ ചാടുവേ? ഇല്ല. എന്താ പേടി? നീ അർജന്റീന ആയിക്കോ, സമ്മതിച്ച്. എന്റെ കുടുംബത്തിൽ കയറണ്ട. നീ നിന്റെ കുടുംബത്തിൽ അർജന്റീന ആയിക്കോ. നിനക്ക് ഒന്നും തരുന്നില്ല. എന്റെ കുടുംബത്തിൽ ഷെഡ് ഇടണമെങ്കിൽ വരെ മഞ്ഞ കളർ ഇടണം. നിങ്ങളെ ഇഷ്ടമുള്ളത് ഒന്ന് പിക്ക് ചെയ്യുക, ഒറ്റ ഓരോരുത്തർ എടുക്കുക. അപ്പൊ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു വേർഡ് ഉണ്ടാവും, ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. സിനിമ നൈറ്റ് ആണല്ലോ, നിങ്ങൾക്ക് ആദ്യം ബേസ് ചെയ്ത് തോന്നുന്ന ഒരു ഇൻസിഡന്റ് പറയാം. നമുക്ക് നൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഇനി നൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഡേ ആയിട്ടും കണക്ട് ചെയ്യാം. രാത്രി ആരോടെങ്കിലും പോയപ്പോൾ പ്രത്യേകമായിട്ട് ഇൻസിഡന്റ് ഉണ്ടായോ? അതെ, ആ ഇൻസിഡന്റ് പറഞ്ഞ എന്നെ രാത്രി പീഡിപ്പിച്ച കഥ പറയണോ? ഇവർക്ക് നേരത്തെ നടന്നു, എനിക്കത് കുറച്ച് വൈകി. മസ്താന്റെ കല്യാണം കഴിഞ്ഞില്ലല്ലോ, നിങ്ങൾ എന്താ കെട്ടാത്തത്? തിരിച്ചു ചോദിക്കുന്നു. എനിക്ക് പ്രായമായിട്ടില്ല. എനിക്ക് എന്റെ വീട്ടിൽ ഇപ്പോഴും ഞാൻ കൊച്ചുമോനാണ്, അതുകൊണ്ട് വാഴയിൽ നിന്ന് ഓടുകുതിര ചാടുകുതിരയിലേക്ക് വന്നപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്തോ? രണ്ട് വ്യത്യസ്ത ഡയറക്ടേഴ്സ്, രണ്ട് വ്യത്യസ്ത തീംസ്, എന്തെങ്കിലും വ്യത്യാസം തോന്നിയായിരുന്നു? നല്ല വ്യത്യാസമുണ്ട്. കാരണം അതിലെ കഥാപാത്രവും കോസ്റ്റ്യൂം ഒക്കെ ചേഞ്ച് ചെയ്തു. മേക്കപ്പ് വേറെ. അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവനൊരു മിണ്ടാനേ ഇല്ല കേട്ടോ, കഞ്ഞി പിടിച്ച പോലെ ഇരിക്കില്ല. ഇതില് വാഴയില്ല, വാഴയില് കുതിരയില്ല. വ്യത്യാസം. കോസ്റ്റ്യൂമിലുള്ള ചേഞ്ച്, പിന്നെ ഡയലോഗിലുള്ള ചേഞ്ച് വേറെ എന്തായിരുന്നു? പെർഫോമൻസ് സെയിം ആയിരുന്നു. അനിയനെ ഡയറക്ട് ചെയ്യുമ്പോഴത്തേക്കും അനിയനെ വഴക്ക് പറയാനൊക്കെ പറ്റാറുണ്ടോ? വഴക്ക് പറയേണ്ട കാര്യമില്ല, ഇവരെല്ലാരും പ്രൊഫഷണൽസ് അല്ലേ. അത് പ്രതീക്ഷയാണോ? ഇത് എന്ത് പറഞ്ഞാലും വലുതായിട്ടും ഡിപ്ലോമാറ്റിക് അല്ലാത്ത ഒരു ആൻസർ പറയില്ല. കാര്യമില്ല എന്നുള്ളതാണ് എന്റെ അറിയാം. അല്ലെങ്കിൽ ആണുങ്ങളൊക്കെ പ്രസവിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് ഗർഭപാത്രമൊക്കെ വെച്ചിട്ട് ഞാൻ ചിലപ്പോൾ അത് ചെയ്യും. എന്ത് എളുപ്പമുള്ള പരിപാടിയെന്ന് അതെ, ഭയങ്കര എളുപ്പമാണ്. പ്രോസസ്സാണ് എളുപ്പം. ഒരു ഡയലോഗ് ഉണ്ട് നമ്മുടെ പ്രോമോ സോങ്ങില്, എന്നെ കാണാൻ ഉള്ളിൽ മൈക്കിൾ ജാക്സൺ. ഇൻ റിയൽ ലൈഫില് ഷറഫുദ്ദീൻ ആരാണ്? ആരെ പോലെയാണോ? വേറൊരാളുടെ പേര് പറയണോ? ഇല്ല, ആരെ പോലെയാണല്ലോ. ആരാണ് നിങ്ങൾ? ആരാ? എന്തെങ്കിലും പറഞ്ഞോ? പോലെയാണ്. ഒരു കഥ എന്റെ ബ്രെയിനിന് മനസ്സിലാവണ പോലെ ഒരു, ഞാൻ വീരപ്പനെ പോലെയാണ്. അല്ല, ഇതിന്റെ തൊട്ട് ബാക്കിലുള്ള സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ജീവ എന്ത് കാരണവശാലും ഞാൻ കൈ കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോ ഇങ്ങോട്ട് വരരുതെന്നാണ് പറയുന്നത്. ഒരിക്കലില്ല, നീ ഇടിച്ചോ, കറക്റ്റാ ഇടിച്ചോ. ലാസ്റ്റ് നേരെ വന്നുറം കൊണ്ട് എല്ലാവരും എന്നോട് ഇങ്ങനെ തന്നെ ചോദിക്കുന്നു. ഇതൊരു കുഴപ്പമുണ്ടോ ചേട്ടാ? ഒരു കുഴപ്പമില്ല. പക്ഷെ അയാൾ ഭയങ്കര ഭാഗ്യവാനാട്ടോ. അല്ല മൂപ്പര് തീർച്ചയായിട്ടും അല്ല, സത്യമായിട്ട് ഇത് സത്യമാണ്. കാരണം എന്നും ചിരിച്ചുകൊണ്ടിരിക്കും. ഇത്രയും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കുട്ടിയെ കല്യാണം കഴിക്കാൻ പറ്റിയത് ഭയങ്കര എനിക്ക് സന്തോഷമായി ചേട്ടാ. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് ഇത്രയും മനം നിറഞ്ഞ് വീട്ടിലേക്ക് പോകും. ഞാൻ സത്യമായിട്ട് ഞാനും ആദ്യമായിട്ട് ഒരു ഇന്റർവ്യൂ ഇത്ര വലിയ നുണ പറയുന്നത്.
ഓക്കെ, ഇനി നുണക്കുഴീനെ പറ്റി നമുക്ക് സംസാരിക്കാം 2 നിമിഷം. ഈ പടത്തിൽ ഇപ്പൊ ഞാൻ ശ്രദ്ധിച്ചപ്പോ ഇത് പറഞ്ഞില്ലേ, പല സമയത്ത് പല കഥകൾ നടക്കുന്ന പോലെ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് മറ്റേ ട്രെയിലർ കണ്ടപ്പോ കുറച്ച് കൺഫ്യൂഷൻസ് അവിടെ ഇടുന്നിട്ട് ഇതിന്റെ ബാക്കിയാണോ അതങ്ങനെ. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ ആദ്യം തോന്നിയിരുന്നു, കാരണം ഫുൾ നുണയിലാണല്ലോ. ഒന്നുകൂടെ ചോദിച്ചാലും എനിക്ക് മനസ്സിലാവും തോന്നുന്നു. ദേഷ്യമില്ലേ? ദേഷ്യം തീർക്കണം. ഇന്ന് നമ്മളിവിടെ എല്ലാ ദേഷ്യവും തീർക്കും. സാമാന്യത്തെ കൊണ്ട് എന്നും മനസ്സിൽ പേടിയായി നിലനിൽക്കുന്ന രാത്രി. അല്ല, അത് വേറെ. അത് ഒരിക്കലും ഓർക്കരുതെന്ന് ആലോചിച്ച രാത്രി. അത് ചോദിച്ചു കുത്തി ഓർമ്മിപ്പിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഓർക്കുന്നത് നല്ലതല്ലേ? എന്നിട്ട് പറയാ ഇനി മറക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അത് ഒന്നു തന്നെ സജഷൻ എടുക്കാം. കളിച്ചിട്ടുണ്ടോ? ഞാൻ കളിച്ചിട്ടുണ്ട്. അനുഭവം അത് എനിക്കിപ്പോഴാണ് ഞാൻ 3-4 പഠിക്കുമ്പോഴാണ് ചെയ്യണേ. അപ്പൊ സത്യമായിട്ട് അന്ന് പക്ഷെ ഒരു സാധനം ഉണ്ടായിരുന്നു. അന്ന് ഈ പടത്തില്ലാത്തൊരു സാധനം ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. പടത്തില്ലാത്തൊരു സാധനം ഉണ്ട്. അതായത് അന്ന് ഒരു കന്യക വേണമെന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഒക്കെ അവിടെ. അപ്പൊ ഏത് ക്ലാസ്സിലായിരുന്നു? അപ്പൊ ഞാനും നമ്മുടെ അപ്പുറത്തെ വീട്ടിലൊരു ചേച്ചിയും എന്റെ ചേട്ടനും നിങ്ങൾ ഓജോബോർഡ് തന്നെയാണോ കളിച്ചത്? ഞാൻ കുറച്ച് ടെൻഷനായിരുന്നു, ഇവരോടൊക്കെ അഭിനയിക്കണോ. ശരിയാ, പ്രേമക്കേറ് ശാരദയാണ്. അനിയന്റെ ജാതകം എപ്പോഴെങ്കിലും നോക്കിച്ചായിരുന്നോ? എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ധ്യാനം ജാതകല്ല, ട്രിവാൻഡ്രത്ത് ഏതോ ഒരു സ്ഥലത്ത് പോയിട്ട് ധ്യാന്റെ ഒരു ഫ്രണ്ട് കൂട്ടിയിട്ട് പോയിട്ടുണ്ട്. അവരെന്തോ ധ്യാനോട് ഗിർവാൺ അടിച്ചു നോക്കിയ ആള്. അതായത് കഴിഞ്ഞ ദിവസം ഒരാൾ ജാതകം നോക്കിയിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു മോശം സമയമെന്ന് പറഞ്ഞു, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാണ്ട് തിരിച്ചയാൾ ഹൈദരാബാദിലേക്ക് പോയിട്ട് ഇപ്പം മരിച്ചു. ഒറ്റയ്ക്കാണ് വന്നത്, ഇപ്പം മരിച്ചു എന്ന് അറിഞ്ഞത്. അപ്പോൾ ധ്യാനം ചോദിച്ച് ഹൈദരാബാദ് പോയ ആള് വിളിച്ച് നിങ്ങളോട് പറഞ്ഞു ഞാൻ മരിച്ചു. അപ്പൊ അവര് മോനെ നാക്കാണ് നിന്റെ നാഗം. അസീസിക്കയുടെ കാലത്ത് ചെറുപ്പത്തിൽ ചെയ്തേക്കുന്നത് ഏറ്റവും വലിയൊരു കള്ളത്തരം സ്കൂളിൽ പഠിക്കുമ്പോൾ ഏറ്റവും വലിയ കള്ളത്തരം എന്താണ്? ഏറ്റവും വലിയ ഞാൻ പഠിക്കും എന്ന ഭാവത്തോട് ഇരിക്കുന്ന കള്ളത്തരം. ഫ്രണ്ട് ബെഞ്ചിലല്ലേ ഇരിക്കുന്നത്. കാരണം എന്താ പറയുമ്പോ ഫ്രണ്ട് ബെഞ്ചിരുന്നാ ചോദിക്കില്ല സാറ്. അങ്ങനെ എല്ലാം പഠിച്ചിട്ട് പറഞ്ഞമാര് ബാക്ക് തൊട്ട് പറയും. അങ്ങനെ ഞാൻ അവനെ പിടിച്ചിട്ട് ഞാൻ എത്ര ഫ്രണ്ട് എന്നെ പിടിച്ച് പോയ ഹാപ്പി വെഡിങ് ഫാൻസ് ഉണ്ടോ? ഇൻസ്റ്റയിലൊക്കെ ഹാപ്പി വെഡിങ് എനിക്കൊരു ബ്രേക്ക് കിട്ടിയ ഒരു പടമാണ്. അപ്പൊ അതിന്റെ അത്രയും ഹൈപ്പ് ഇതുവരെ നിർത്തി. സഡൻ ബ്രേക്ക് 10 വർഷം കഴിഞ്ഞു വരാൻ. Yeah, that body's a blessing, girl.